Hi guys, welcome to my vlog. So this is Malaika, third MBBS student at GMC Kannur. And ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ ആൻഡ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എൻ്റെ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഡോക്യുമെന്റ്സ് ആണ്. സോ ഈ ഡോക്യുമെന്റ്സ് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുണ്ട് നമ്മുടെ കോളേജിൽ അഡ്മിഷൻ ആയിട്ട് വരുന്ന സമയത്ത്. അഡ്മിറ്റ് കാർഡ്, സ്കോർ കാർഡ്, നമ്മുടെ അലോട്ട്മെന്റ് മെമ്മോ നമുക്ക് കിട്ടും. അത് നമ്മുടെ 10th-നും 12th-നും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ആൻഡ് ദെൻ നമ്മുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും. നമ്മുടെ ഫോട്ടോഗ്രാഫ്സ്, ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നായിരിക്കും. നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സും ഇതിന്റെ ഫോട്ടോ കോപ്പീസും ഒക്കെ എടുത്തു വെക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും, കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ 3 years ബാക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാനൊന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ആൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കും. നിങ്ങൾ ഒരു വാലിഡ് ID കാർഡ് വേണം, ലൈക്ക് ഒരു ID പ്രൂഫ് വേണം, കാസ്റ്റ് കാണിക്കാൻ, അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും EWS അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാറ്റഗറീസിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ്, ഈ ഫുൾ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ എടുത്തു വെക്കാൻ നിങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ നിങ്ങൾ അറ്റ് ടൈം ഓഫ് അഡ്മിഷൻ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ അതിന്റെ കോപ്പീസും എടുത്തു വെക്കാൻ. ഓൾസോ നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലോ അങ്ങനെ എവിടെയെങ്കിലും ആക്കി വെക്കുന്നതും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫോട്ടോഗ്രാഫ്സ് എടുക്കാനും മറക്കരുത്. ആൻഡ് ദെൻ ഹൗ ടു റീച്ച് അവർ കോളേജ്, നമ്മളുടെ കോളേജിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത്. ഇഫ് നിങ്ങൾ കണ്ണൂർ സൈഡിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ NH-66-ന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കോളേജ് ഉള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ ഒരു ആർച്ചൊക്കെ കാണാൻ പറ്റും. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ആർച്ചൊക്കെ കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് നേരെ നിങ്ങൾ ആ ആർച്ച് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് കാണുന്ന ഒരു വഴി ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് നേരെ പോകുന്ന ഒരു വഴി, പിന്നെ ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ടൊരു ഒരു കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു മുകളിലേക്ക് കയറുന്ന ഒരു വഴി കാണാം. ഈ മുകളിലേക്ക് കയറുന്നതാണ് ഹോസ്പിറ്റലിലോട്ടേക്കുള്ള, ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലോട്ടേക്കുള്ള ഒരു വഴി. അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിലേക്കാണല്ലോ വരുന്നത്. അപ്പൊ കോളേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ലെഫ്റ്റിലുള്ള നേരെ വഴിയിലേക്കാണ് പോകേണ്ടത്. കുറച്ച് നിങ്ങൾ റൈറ്റിലോട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അങ്ങോട്ടേക്ക് നേരെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാർമസി കോളേജ്, പിന്നെ നഴ്സിംഗ് കോളേജ്, അതിന്റെ ഹോസ്റ്റൽ, അതൊക്കെയാണ്. അല്ലാതെ നിങ്ങൾ നേരെ മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലാണ്. താഴത്ത് കൂടെ വേറെ ഒരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നത് ഹൃദയാലയത്തിലോട്ടേക്കുള്ള വഴിയാണ്. നിങ്ങൾക്ക് നേരെ കോളേജിലേക്ക് വരാനാണെങ്കിൽ നേരെ ലെഫ്റ്റിലേക്ക് പോവാം. ലെഫ്റ്റിലേക്ക് പോയി നേരെ ലെഫ്റ്റിലേക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റാച്യു കാണാം. അത് കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. മുന്നോട്ടേക്ക് പോയിട്ട് നിങ്ങൾക്ക് രണ്ട് കോളേജസ് കാണാൻ പറ്റും. ആ സ്റ്റാച്യുവിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ തന്നെ ഒരു കോളേജ് ഇവിടെയും ഒരു കോളേജ് ഇവിടെ ആയിട്ട് കാണാം. ഇവിടെ നിങ്ങൾ നേരെ മുന്നിൽ കാണുന്നതാണ് ഡെന്റൽ കോളേജ്. എന്നാൽ നേരെ കുറച്ചും കൂടെ ലെഫ്റ്റിലോട്ടേക്ക് കാണുന്ന വലിയ കോളേജാണ് ACME, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ്. ഓക്കെ, അവിടേക്ക് കയറുക. ആൻഡ് അവിടെ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ, നിങ്ങൾ കയറുന്ന ഫ്ലോറിൽ തന്നെയാണ് അവിടെയുള്ള ഓഫീസും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഒക്കെ അവിടെയാണ് ഉള്ളത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. നമ്മുടെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലുള്ളത് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ്. വേറെ അവിടെ നമുക്കൊരു ക്യാൻറ്റീനും ഒരു മെസ്സും കൂടെ അവിടെ ഉണ്ട്. നമ്മളൊക്കെ അനാറ്റമി ക്യാൻറ്റീൻ എന്നാണ് പറയുന്നത്. അനാറ്റമി ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഡിസെക്ഷൻ ഹാളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലും, സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ ഫിസിയോളജി, നമ്മുടെ മെയിൻ ക്ലാസ്സസ് ഒക്കെ നടന്നത് ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഫിസിയോളജി ക്ലാസ്സസും അതിന്റെ ലാബും, പിന്നെ അതുപോലെ തന്നെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റും അതിന്റെ ലാബുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് സെക്കൻഡ് ഫ്ലോറിൽ. പിന്നെ ഉള്ളത് തേർഡ് ഫ്ലോർ ആണല്ലോ. തേർഡ് ഫ്ലോറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് ഇയറിലുള്ള സബ്ജക്ട്സ് ആണ്. അതായത് മൈക്രോബയോളജി, പാത്തോളജി, അതിന്റെ ലാബ്, ഈ സംഭവങ്ങളൊക്കെയാണ് തേർഡ് ഫ്ലോറിലുള്ളത്. അപ്പോൾ തേർഡ് ഫ്ലോറിലോട്ടേക്ക് നമുക്ക് അധികം പോകേണ്ടി വരില്ല. പിന്നെയും ഫസ്റ്റ് ഇയർ പോകേണ്ടി വരില്ല ഫിഫ്ത് ഫ്ലോറിലുള്ള കമ്മ്യൂണിറ്റി മെഡിസിനിലോട്ടേക്കാണ്. അത് പിന്നെ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് ഒരു ഫുൾ കോളേജ് ടൂർ അവർ തന്നെ നമുക്ക് തരും, എന്തായാലും നിങ്ങൾക്ക് തരും, യൂണിയൻ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കോളേജ് മൊത്തം മനസ്സിലാവും. അപ്പം ഇത് ഫസ്റ്റ് ഇയറിൽ അധികവും നമുക്ക് നോൺ ക്ലിനിക്കൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം ഹോസ്പിറ്റലിലോട്ടേക്ക് പോകേണ്ടി വരില്ല. എല്ലാം ഈ ഒരു അക്കാഡമിക്, നമ്മുടെ ACME അക്കാഡമിക് ബ്ലോക്കിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. അത്ര കോളേജിലോട്ടേക്ക് പോകേണ്ടി വരില്ല. ഇനി കോളേജിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ട്. അതാണ് അംബലിക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ട്. തേർഡ് ഫ്ലോറിൽ പോകണം. തേർഡ് ഫ്ലോറിൽ നിന്നാണ് ആ ലിങ്ക് ചെയ്യുന്ന ഒരു പാസേജ് ഉള്ളത്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് അധികം ഇപ്പോൾ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സസും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റിങ്ങിന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ ഒരു അംബലിക്കൽ കോഡിലൂടെയാണ് നമ്മൾ കോളേജിലോട്ടേക്ക് പോവുക. ആൻഡ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുക. ഫസ്റ്റ് ഡേ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരുമ്പോൾ കോഴിക്കോട് സൈഡിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് ട്രാവൽ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ കൂടുതലും നമുക്ക് 8 o'clock ക്ലാസ്സസ്. അപ്പം 8 മണിയാകുമ്പോഴേക്കും എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ 8 മണിയാകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ വന്നുകൊണ്ടിരുന്നത് മലബാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനിലാണ്. അത് 4:45 ആ ട്രെയിൻ, 4:45 മലബാർ എക്സ്പ്രസ്സിനാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പഴയങ്ങാടിയിലാണ് നിർത്തുക. നമുക്ക് രണ്ട് വഴിയുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം, അല്ലെങ്കിൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. പഴയങ്ങാടി ഒരു ലോക്കൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്രെയിൻസ് നമുക്ക് നിർത്തൂല. പക്ഷേ ഈ 4:45 പഴയങ്ങാടിയിൽ നിർത്തുന്ന ട്രെയിൻ മലബാർ എക്സ്പ്രസ് ആണെങ്കിൽ അവിടെ നിന്ന്, അതായത് പഴയങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അപ്പോൾ ഓട്ടോയിൽ ഒരു 200 അല്ലെങ്കിൽ ഒരു 240 റുപ്പീസൊക്കെയാണ് നമുക്ക് അധികം ഹോസ്പിറ്റലിലേക്ക് ആവുന്നത്. അപ്പോൾ അധികം എന്തായാലും രാവിലെ ഒരു 4:45 ട്രെയിനൊക്കെ ഇറങ്ങി ഇഷ്ടംപോലെ നമ്മുടെ കോളേജിലേക്കുള്ള കുട്ടികളുണ്ടാവും, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുണ്ടാവും. അധികവും കോഴിക്കോടത്തെ കുട്ടികളായിരുന്നു. എൻ്റെ ബാച്ചിലൊക്കെ ഒരു 50% വേണമെങ്കിൽ കോഴിക്കോട് നിന്നുള്ള കുട്ടികളാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് വരുമ്പം ഓട്ടോയിൽ ഒരു 4-5 ആൾക്കാരും ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും കോളേജിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആകുമ്പോഴൊക്കെ അതൊരു ഓപ്ഷനാണ്. പഴയങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പഴയങ്ങാടിയിൽ നിന്ന് നിങ്ങൾ കോളേജിലോട്ടേക്ക് പോകുന്നത് അധികം അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ കണ്ണൂരാണ് നിങ്ങൾ ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പരിയാരത്തേക്കോ അല്ലെങ്കിൽ പയ്യന്നൂർക്കോ അല്ലെങ്കിൽ കാസർഗോഡേക്കോ ഉള്ള ബസ്സിൽ കയറണം. ആ ബസ്സിലൊരു 1 അവറോളം എടുത്തിട്ട് കറക്റ്റ് നമുക്ക് നമ്മുടെ കോളേജിൻ്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ആൻഡ് ഇറ്റ് ഓൺലി കോസ്റ്റ് അറൌണ്ട് 38. നമ്മളധികം വീട്ടിലേക്കൊക്കെ പോകാനാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ണൂർ പോയിട്ടൊക്കെയാണ് അധികം പോവാറ്. ആൻഡ് ദെൻ അബൌട്ട് ഹോസ്റ്റൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ACMEയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നത് ഒരു ലെഫ്റ്റിലേക്കും ഒരു റൈറ്റിലേക്കും ഉള്ള വഴി കാണാം. റൈറ്റിലേക്കുള്ള വഴിയിലാണെങ്കിൽ അവിടെ ഓപ്പൺ ലൈബ്രറിയും ഒരു കോൺവെക്കേഷൻ ഓഡിറ്റോറിയം കാണാം. ആൻഡ് ലെഫ്റ്റിൽ ഒരു കയറ്റം കാണാം. ആ കയറ്റം നേരെ കയറി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലേഡീസ് ഹോസ്റ്റലും മെൻസ് ഹോസ്റ്റലും ഉണ്ടാവും. മെൻസ് ഹോസ്റ്റൽ ഫസ്റ്റ് ലേഡീസ് ഹോസ്റ്റൽ LH3 ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് മെൻസ് ഹോസ്റ്റൽ വരുന്നത്. ഞാൻ PGയിലാണ് നിൽക്കുന്നത്. എൻ്റെ കോളേജിൽ ഞാൻ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഡേ മുതൽ ഞാൻ PGയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്റ്റലിലുള്ള പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് അവിടെ പോയി നിങ്ങൾക്ക് അവിടെ കാര്യങ്ങളൊക്കെ റൂം തരും, റൂം അലോട്ട് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും റൂം ഉണ്ടാവുക. ഒരു റൂമിൽ ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു റൂമിൽ 8 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇനീഷ്യലി ഫസ്റ്റ് ഇയറിൽ കുറച്ച് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലായിരുന്നു നമുക്ക് നല്ല റൂം കിട്ടിയത്. പക്ഷേ നിങ്ങൾ വരുന്ന അത് നമ്മളുടെ ബാച്ചസ് തമ്മിൽ ചെറുതായിട്ടൊന്ന് ഞങ്ങളും ഞങ്ങളുടെ തൊട്ട സീനിയർ ബാച്ചും തമ്മിൽ കുറച്ച് കോയിൻസൈഡ് ചെയ്യും നമ്മളുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഇയർ കഴിയാത്തത് കൊണ്ടായിരുന്നു നമുക്ക് അങ്ങനെയൊക്കെ പ്രശ്നം വന്നത്. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഫസ്റ്റ് ഫ്ലോറത്തെ റൂമായിരിക്കാം, 3 പേരുള്ള റൂമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 8 പേരുള്ള റൂമായിരിക്കും. അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ ഹോസ്റ്റൽ ടൂർ എടുക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചിരുന്നു, പക്ഷേ എനിക്ക് പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ദെൻ നമ്മളുടെ ഡ്രസ് കോഡ് എങ്ങനെയാണ്? നമ്മുടെ ഡ്രസ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ കുർത്തി ആൻഡ് ജീൻസ് അത്ര അലൗഡ് അല്ല. ബോയ്സിന് ജീൻസ് തീരെ അലൗഡ് അല്ല. ഗേൾസിന് അധികവും നമ്മൾക്ക് കുർത്തി ആൻഡ് പാൻസ്, അതാണ് ഇവിടുത്തെ കോളേജ് ഡ്രസ് കോഡ്. ഫസ്റ്റ് ഇയർ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ റൂൾസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഹെയർ പുട്ടപ്പ് ചെയ്യണം. ആൻഡ് ബുക്സ് എന്ന് വെച്ചാൽ നമുക്ക് മെയിൻലി 3 സബ്ജക്ട്സ് ആണുള്ളത്. അപ്പോൾ അതിന് ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ ആദ്യമേ വാങ്ങി വരേണ്ട ആവശ്യമില്ല. ഇവിടെ എത്തിയിട്ട് പിന്നെ ഇവിടുന്നാണ് ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളും. അതും നമ്മൾക്ക് ഇവർ കോളേജിൽ നിന്ന് ഇത്രയും ടെക്സ്റ്റ് ബുക്സ് തന്നെ വാങ്ങണം എന്നൊന്നും പറയില്ല. അവർ ലിസ്റ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ലിസ്റ്റ് പറഞ്ഞുതരും. അതായത് ഇപ്പം ഫിസിയോളജി ആണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിൽ വാങ്ങാം. അനാറ്റമി ആണെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ ഓപ്ഷൻസ് പറഞ്ഞുതരും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ, ഏത് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാനാണോ സുഖം, നമ്മൾ അതാണ് വാങ്ങുന്നത്. അല്ലെങ്കിൽ ബുക്സ് നിങ്ങൾക്ക് ലൈബ്രറിയിലൊക്കെ പോയി ബുക്സ് റെഫർ ചെയ്തിട്ട്, ഫസ്റ്റ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ലൈബ്രറി വരുന്നത്. അപ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് ബുക്സ് റെഫർ ചെയ്തിട്ട് ഏത് ബുക്കാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഈസി നോക്കിയിട്ടൊക്കെ ബുക്ക് വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ ബുക്കിന് ഓർഡർ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് പുറത്തുനിന്ന് വാങ്ങാം. പക്ഷേ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഇവിടുന്ന് വാങ്ങുമ്പം കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിയൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം. അല്ലെങ്കിൽ പുറത്തുനിന്നാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൂടുതൽ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാം. പക്ഷെ ആദ്യം ജസ്റ്റ് ലൈബ്രറിയിലൊക്കെ പോയി ബുക്ക് എടുത്ത് നോക്കാം. അപ്പം ഞാൻ ഫോളോ ചെയ്തത് അനാറ്റമിക്ക് യോഗേഷ് ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തത്. പക്ഷെ ക്ലാസ്സിൽ അധികം ആൾക്കാരും വിശ്രാം സിംഗ് ആണ് എടുത്തത്. പക്ഷെ വിശ്രാം സിംഗിനേക്കാൾ നമുക്ക് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാനും പഠിക്കാനും ആണെങ്കിൽ വിശ്രാം സിംഗ് ആയിരുന്നു നല്ലത്. പക്ഷെ അതിൻ്റെ PDF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. യോഗേഷ് ആയിരുന്നു എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഈസി. ഫിസിയോളജി ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്തത് GK പാൽ ആയിരുന്നു. പക്ഷെ GK പാൽ പിന്നെ എനിക്ക്
അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഖുറാനെയാണ് തോന്നിയിട്ട്. പിന്നെ ഖുറാനയുടെ PDF ആണ് ഞാൻ പഠിച്ചത് എക്സാമിനൊക്കെ തന്നെ. സോ നിങ്ങൾക്ക് ഏത് ബുക്കാണോ യൂസ്ഫുൾ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയിട്ടാക്കിയാൽ മതി. പിന്നെ നമ്മുടെ സ്റ്റെത്തസ്കോപ്പ്. ഈ നീറ്റ് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ മോട്ടിവേഷന് പോയി സ്റ്റെത്തസ്കോപ്പ് വാങ്ങും. ചില ആൾക്കാർ ലിറ്റ്മൻ വാങ്ങും, ചില ആൾക്കാർ സാധാരണ നമ്മൾ വാങ്ങും. പല റേറ്റിലുള്ള സ്റ്റെത്തസ്കോപ്സ് അവൈലബിൾ ആണ്. നമുക്ക് ലിറ്റ്മൻ ഒന്നും ഫസ്റ്റ് ഇയറിലേ വേണ്ട ആവശ്യമില്ല. പക്ഷെ വേണമെങ്കിൽ വാങ്ങി വെക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക, നമുക്ക് അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊന്നും ഇരിക്കില്ല ലിറ്റ്മൻ. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആകെ BP മെഷർ ചെയ്യാൻ വേണ്ടി ഫിസിയോളജിയിൽ മാത്രമാണ് വേണ്ടി വരുന്നത്. ഫിസിയോളജിയിൽ നമുക്ക് അവിടുന്ന് സ്റ്റെത്ത് വരെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ഇല്ലാത്തവർക്ക്. സോ അത് ഒരു നെസസറി ഒന്നുമല്ല ഫസ്റ്റ് ഇയറിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ വൈറ്റ് കോട്ട് നിങ്ങൾക്ക് വൈറ്റ് കോട്ട് സെറിമണി ഉണ്ടാവും. വൈറ്റ് കോട്ട് സെറിമണിയിലായിരിക്കും വൈറ്റ് കോട്ട് ഒഫീഷ്യലി അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് ത്രൂ ഔട്ട് ഇടേണ്ടി വരിക. അപ്പോൾ ഈ വൈറ്റ് കോട്ട് നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കോളേജിൽ വന്നതിന് ശേഷം, അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാം. അങ്ങനെയാണ് വൈറ്റ് കോട്ടിൻ്റെ കാര്യം. പിന്നെ ഡിസെക്ഷൻ കിറ്റ് ഉണ്ട്. ഡിസെക്ഷൻ കിറ്റിൽ ഇതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങാം. ഡിസെക്ഷൻ കിറ്റായിട്ട് തന്നെ യൂണിയൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഡിസെക്ഷൻ കിറ്റ് പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യാം. ആൻഡ് ഡിസെക്ഷൻ കിറ്റ് ഞാൻ ആക്ച്വലി വാങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഡിസെക്ഷൻ കിറ്റിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യാതെ തന്നെ അവിടെ ഉണ്ട്. വേണമെങ്കിൽ അത് വാങ്ങാം. ഇല്ലെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഇനിയിപ്പോൾ അത് പ്രശ്നമാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്നാലും ഡിസെക്ഷൻ കിറ്റ് അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം ആയിരുന്നില്ല. പിന്നെ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ അവർ തരും. ഇത്രയാണ് എൻ്റെ മനസ്സിൽ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ കേൾക്കണമെന്ന് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് ബൈ.